ഇന്ന് എൻ്റെ 5th മന്തിൽ അനോമലി സ്കാനാണ് കേട്ടോ. അങ്ങനെ ഏട്ടനും ഞാനും രാവിലെ റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ്. ഏട്ടൻ ഓഫീസിൽ പോയി റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അവർക്ക് അങ്ങനെയാണ്, പോയിട്ട് വരണം, അല്ലെങ്കിൽ പിന്നെ വിളിച്ചു പറയണം, എന്തോ വിളിച്ചു പറഞ്ഞിട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പോയി റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഭോപ്പാലാണ്. ഇവിടുത്തെ എംഎച്ച് തന്നെയാണ് എന്നെ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴോട്ട് വന്നപ്പോൾ അവിടെ ദേ ഒരു കൊച്ചുകുട്ടി നിൽക്കുന്നു. ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള കോട്ടേഴ്സിലെ കുട്ടിയാണ് കേട്ടോ. അത് ആള് ആന്ധ്രക്കാരിയാണ്. ആളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങളുടെ ഭാഷ ആൾക്കും മനസ്സിലാവില്ല. പക്ഷെ ഞങ്ങളുടെ അടുത്ത് എന്തെന്നറിയില്ല, നല്ല സ്നേഹമാണ്. ഈ സ്നേഹത്തിന് ഭാഷയില്ലെന്നല്ലേ പറയുന്നത്. ആള് നിർബന്ധം പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ, പക്ഷെ എങ്ങനെയാ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ആർമിക്കാര് നന്നായിട്ട് പ്രകൃതിനെ സംരക്ഷിക്കും. കാരണം ഇവിടെ ഫുള്ള് കാട് പോലെയാണ് കേട്ടോ, ധാരാളം മരങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഈ സ്കാനിങ് ചെയ്യുന്ന ഇടം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ കുറച്ചുള്ളിലാണ്. ബാക്കിൽ കൂടെ കയറിയാൽ പെട്ടെന്ന് എത്താം. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ കൂടെയാണ് കയറിയത്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ല, ബാക്കിൽ കൂടെയാണ് കയറിയത്. അപ്പൊ അതുവഴി കയറിയപ്പോൾ അവിടെ തേനീച്ചയില്ലേ, തേനീച്ച അതിന്റെ കൂടൊക്കെ കിടക്കുന്നു. ഞാൻ അതിന്റെ അടുത്തോട്ട് പോയപ്പോ ഏട്ടൻ പറഞ്ഞു അതിന്റെ അടുത്തോട്ട് പോവണ്ട, അത് കുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ ഫസ്റ്റ് ആണ് ഇത് കാണുന്നത്. അപ്പൊ ആ ഒരു കൗതുകം, ഞാൻ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി. ഹോസ്പിറ്റലിന്റെ അകത്ത് കയറിയപ്പോൾ വിജനമായിട്ട് കിടക്കുന്നു, ഒറ്റ മനുഷ്യരില്ല അവിടെ. കാരണം ആർമിക്കാർ മാത്രമല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞങ്ങള് അവിടെ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെത്തി. ഇവിടെ ഇരിക്കുന്നത് റിസപ്ഷനിൽ ഇരിക്കുന്ന ചേട്ടൻ ഒരു മലയാളിയാണ് കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ ചേട്ടനെല്ലാം പെട്ടെന്ന് ചെയ്തു തന്നു. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. സ്കാനിങ് ഒക്കെ നോർമലാണ്. പക്ഷെ അന്ന് ഡോക്ടറെ കാണാൻ പറ്റിയില്ല, അന്ന് OP ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിലോട്ട് പോകാനായിട്ട് പോവാണ്. പക്ഷെ നല്ല വിശപ്പ്, കടയൊന്നും ഇല്ല അവിടെ. ഈ ആർമി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഉച്ച വരെ കാണുള്ളൂ കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാവരും പോകും. അതെന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ സഹിക്കാൻ വയ്യാത്ത ചൂടുണ്ട് കേട്ടോ. അവിടുത്തെ ചൂടെന്ന്, ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് 41 ഡിഗ്രിയാണ്, നല്ല ചൂടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഇളനീരൊക്കെ വഴി വെച്ച്, ഇളനീര് അതൊന്നും എടുത്തില്ല, ഇളനീര് കുറച്ച് കുടിച്ചു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പൊ വീട്ടിലെത്തിയപ്പോൾ താഴെ ഒരു മുല്ലച്ചെടി, താഴത്തെ വീട്ടിലെയാണ് മുല്ലച്ചെടി നിൽക്കുന്നു. അതിനകത്ത് നിറച്ചും മുട്ട് പിടിച്ച് നിൽക്കുന്നു. രാത്രിയാകുമ്പോൾ വിരിയായിരിക്കും, പക്ഷെ ഇത് വൈകിട്ടാകുമ്പോൾ എനിക്ക് കിട്ടാറില്ല. ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മുട്ടൊക്കെ ഞാൻ പിച്ച് വെച്ചു, രാത്രിയാകുമ്പോൾ വിരിയും എന്ന് വിചാരിച്ച്, നല്ല മണമല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് മുട്ടൊക്കെ പിച്ചി റൂമിലേക്ക് വന്നു. അങ്ങനെ ഏട്ടൻ പറഞ്ഞു മെസ്സി പോയി ഫുഡ് എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ഏട്ടൻ പോയി മെസ്സിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല, കുറച്ച് ഇതൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ അറിയാം. കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.